சகாவு கே விஜயன் சகாவை வருக வருகின்ற வரவேற்றுக் கொள்கிறேன். ஜாதா வருக வருகின்ற வரவேற்றுக் கொள்கிறேன். அதேபோல வருக வருகின்ற வரவேற்றுக் கொள்கிறேன். பின்பு விஜயன் சகாவை அவர்களை இருக்கிறேன். പറഞ്ഞ സഹോദരി നേതാവായിരുന്ന അനീഷ് രാജൻ്റെ 13ാം ചരമവാർഷിക ദിനമാണ്. 3 ജാഥയും കൂടി നെടുങ്കണ്ടം ടൗണിൽ എത്തിച്ചേരുമ്പോൾ ആവേശകരമായ പരിപാടികളാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ ഒരു മഹാവിപത്ത് കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ മദ്യം കഞ്ചാവെല്ലാം നമ്മൾ കേട്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ചെറുപ്പക്കാരായ ആളുകൾ എന്നുവെച്ചാൽ ഒരു 10 വയസ്സ് മുതലുള്ള സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് അടിമയായിരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് വരുന്നു? ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം. ഇതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏതാണ്ട് 2 ആഴ്ചക്കാലം കൊണ്ട് 900-ൽ പരം ഇതിൻ്റെ കച്ചവടം നടത്തുന്ന ആളുകളും ഇത് എവിടെ നിന്ന് വരുന്നു, ഇതിൻ്റെ ഒരു കേന്ദ്രം എവിടെയാണോ അവിടെ നിന്ന് ആളുകളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇന്നലെ കുറേ ആളുകൾ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മേഖലയിൽ തന്നെ കുറേ കേസുകൾ, ഇടുക്കി ജില്ലയിൽ തന്നെ കുറേ കേസുകളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതിനെ യുവജനങ്ങളും യുവതികളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലാകമാനം DYFI ഇതിനൊരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ SFI ക്യാമ്പസുകളിൽ വിദ്യാലയങ്ങളിലെല്ലാം ഈ മയക്കുമരുന്നിനെതിരെ ഭയങ്കര പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ വരെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ബാഗ് തപ്പി നോക്കേണ്ട ഒരു അവസ്ഥയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ 10 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ്റെ പെങ്ങൾക്ക് എന്താ അതിൻ്റെ പേര്, ഈ MDM എന്ന് പറയുന്നൊരു സാധനം 12 വയസ്സുള്ള പെൺകുട്ടിക്ക്, പെങ്ങളാണ്, ആ പെങ്ങൾക്ക് വരെ കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം അപ്പോൾ ആ കുട്ടിക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ്, ആരാണ്, അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, പെങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പം കേരളത്തിൽ ഇതൊരു ഭയങ്കര എന്താ പറയുന്നത്, നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്നിന് അടിമയാകുന്നത് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എല്ലാമാണ്. നിരവധി ആളുകൾ ഇപ്പം ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഒരാൾ മദ്യം അടിച്ചത് കൊടിമരം ചോട്ടി കിടക്കുക. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കുട്ടികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു മാതൃകയാവേണ്ടതാണ്. ഇവിടെ പോലീസെല്ലാം കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് കാണാത്ത മാതിരി പോവുക. പക്ഷേ അത് സ്കൂൾ കുട്ടികളും മറ്റുള്ള വിദ്യാർത്ഥികളെല്ലാം, മറ്റ് കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരും വീട്ടിലിരിക്കുന്ന ആളുകളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ അത് മാറ്റാനും അതിന് നടപടി സ്വീകരിക്കാനും തയ്യാറാകുന്നില്ല. അങ്ങനെ ചില മേഖലകളിൽ ഈ മയക്കുമരുന്നും എന്താ പറയുന്ന ഈ MDMA മാതിരിയുള്ള സാധനങ്ങളെ വിൽക്കുന്ന ആളുകളെ പറ്റി ചില ആളുകൾക്കെല്ലാം അറിവുള്ളതാണ്. പക്ഷെ അതിന് തടയിടുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നില്ല. ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലം കൊണ്ട് 1000-കണക്കിന് കേസുകൾ പിടിച്ചിട്ടുണ്ട്. എങ്ങനെ പിടിച്ചു? ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. ഇത് DYFI ഇപ്പം ഇന്നലെ എറണാകുളത്ത് കോളേജിൽ 2 കിലോ കഞ്ചാവ് പിടിച്ചു. വിവാദമുണ്ടാക്കി കൊണ്ടുവരിക. കാരണം ഇതെല്ലാം വീടുകളിൽ നിന്ന് കുട്ടികൾ കാണുവാണ്. ഇത് ഉപയോഗിക്കാനുള്ള ഒരു പ്രചോദനം വരുവാണ്. ദൃശ്യമാധ്യമങ്ങൾ ഇതൊരു ഉത്സവമാക്കി മാറ്റുക. അവരുടെ എന്താ പറയുന്നത്, അവരുടെ ഈ ചാനലുകൾക്കെല്ലാം റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലും ഈ ഇതായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുക. ആ പിടിക്കുന്ന ആളുകളെ കാണിച്ചു കൊടുക്കാം. ഇത് പിടിച്ച് എവിടെ കൊണ്ടുപോയി അത് ഉപയോഗിക്കുന്ന കാര്യങ്ങളിലെല്ലാം ചാനലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അറിയില്ലാത്ത കുട്ടികൾ പോലും വീടുകളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് എന്താ വിവാദം വന്നിരിക്കുന്നത്? ആദ്യം പറഞ്ഞു ചാനലുകളിലെല്ലാം ഇത് പിടിച്ചപ്പോൾ SFI കുട്ടികളാണെന്ന് പറഞ്ഞു. അത് SFIയോ KSയോ CPMോ CPIയോ കോൺഗ്രസോ BJP ഒന്നും അല്ല നോക്കണ്ടേ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് കേരളത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം. അതിന് കേരളത്തിലുള്ള എല്ലാ ആളുകളും ഒരു ടീമായിട്ട് നിന്നാൽ മാത്രമേ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അതിനകത്ത് കൊടിയുടെ നിറം നോക്കിയിട്ട് കാര്യമില്ല. എന്താ പറയുന്നത്, ഇന്നലെ ആ കേസ് തെളിഞ്ഞു, പോലീസ് പിടിച്ചു. അത് കോളേജിന്റെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് വെച്ച കുട്ടികളെല്ലാം പിടിച്ച് റിമാൻഡ് ചെയ്തപ്പോൾ എന്താ
ഉച്ച കഴിഞ്ഞപ്പോൾ കളം മാറി. രാവിലെ വരെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് പറഞ്ഞു? ഇത് SFIക്കാരാണ് കൊണ്ടുവന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ എങ്ങനെയാ ഇത് കൊണ്ടുവന്നത്? അവിടെ ഹോസ്റ്റലിൽ വെച്ചത് KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി അവിടെ മത്സരിച്ച ആളുകളാണ്, എന്ന് വെച്ചാൽ KSUവിന്റെ നേതാക്കന്മാരാണ്. ഞാൻ പറഞ്ഞു വന്നത് ചാനലുകളെ ഇത് മാറ്റുന്ന രീതിയാണ്. രാവിലെ വരെ SFIയുടെ ആളുകളാണ് ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് പറയുന്നത്. പക്ഷേ ആളുകളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒറിജിനൽ പ്രതികളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർ KSUവിന്റെ ഭാരവാഹികളാണ്. ഇതിപ്പോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അത് KSU ആണെങ്കിലും SFI ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഇതിന് തെറ്റ് കാണിക്കുന്ന ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത് ഇന്ത്യയിൽ ഇപ്പൊ മൊത്തത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അത് വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, രാവിലെ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പെട്ടി, ആ ബസ് എന്ന് പറയുന്ന പെട്ടിയിലേക്ക് കയറുന്നു. സ്കൂള് എന്ന് പറയുന്ന ഒരു പെട്ടി സ്കൂളിലേക്ക് കയറുന്നു. 4 മണി കഴിഞ്ഞ് ആ സ്കൂൾ ബസ്സിൽ തന്നെ കയറുന്നു, വീട്ടിലെത്തുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ മൊബൈല് കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, കുട്ടി ഒന്നും അറിയുന്നില്ല. ആ കുട്ടി കരയാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു മൊബൈൽ കുട്ടിയുടെ കൈ കൊടുക്കണം, അവരും ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അച്ഛനും അമ്മയും എല്ലാവരും ഈ ഓൺലൈനിൽ നമ്മളുൾപ്പെടെ വാട്സപ്പ് ഉൾപ്പെടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കുട്ടിക്ക് അച്ഛനും അമ്മയും വീടിന്റെ അടുത്തുള്ളവരായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഇതിപ്പോ മിഠായി മാതിരിയുള്ള ഒരു സാധനം കൊടുക്കാന്ന് പറഞ്ഞാൽ കുട്ടി മേടിച്ചെടുക്കും, അത് കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫ്രീ ആയിട്ട് കിട്ടും. അത് കഴിയുമ്പോൾ വീടുകളിൽ നിന്ന് പൈസ കോട്ടിക്കൊണ്ട് പോയി മേടിക്കും. അപ്പൊ വീടുകളിൽ നിന്ന് തന്നെ ഒരു മാറ്റം വരണം. വീടുകളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. TV കാണേണ്ട സമയത്ത് TV കാണണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. അതിന് വീട്ടിലുള്ള രക്ഷകർത്താക്കൾ നമ്മളെല്ലാവരും അതിനൊരു ഉത്തരവാദികളാണ്. ആ ഉത്തരവാദികളായ നമ്മൾ കുട്ടികൾ വഴിപഴച്ചു പോയി കഴിയുമ്പോൾ ദുഃഖിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. എത്ര വീടുകളിലാണെന്നറിയോ കണ്ണീരും കൈയുമായിട്ടിരിക്കുന്നത്. ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഈ മാരകമായ വിഷം കഴിച്ച് ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള MDMA ഉൾപ്പെടെയുള്ള ആളുകൾ കുട്ടികൾക്ക് കണ്ട് മേടിച്ച് ഫ്രീ ആയിട്ട് കൊടുത്ത് എല്ലാമാണ് കുട്ടികൾ ഇതിനകത്ത് വലയിൽ വീഴിക്കുന്നത്. ഇപ്പൊ മിഠായികൾ ചില സ്കൂളിന്റെ പരിസരത്ത് മിഠായി വിൽക്കുന്നുണ്ട്. ആദ്യം മിഠായി ഒരു ഫ്രീ ആയിട്ട് കുട്ടിക്ക് കൊടുക്കും, ഒരു 2 ദിവസം കൊടുക്കും. 3ാമത്തെ ദിവസം കുട്ടി പൈസ എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചുകൊണ്ടൊന്നും ഇതില്ലാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ എവിടെയാണ് പോകുന്നത്, എപ്പോ വരുന്നു, സ്കൂളിൽ പോകുന്നുണ്ടോ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരുന്നതിന് വേണ്ടി DYFI എന്ന് പറയുന്ന കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ യുവജന പ്രസ്ഥാനം ഇങ്ങനെയുള്ള ഒത്തിരി പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നിട്ടുണ്ട്. എതിരായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാം, നമ്മുടെ നാടിന് കെടുതികൾ വരും എന്നറിയുമ്പോൾ തന്നെ DYFI എന്ന് പറയുന്ന പട്ടാളം ഇന്ത്യയിൽ രംഗത്തിറങ്ങും, പ്രത്യേകിച്ച് കേരളത്തിൽ രംഗത്തിറങ്ങും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളും വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ മറ്റ് പ്രചരണങ്ങൾ വരുമ്പോൾ എല്ലാവരും നമുക്ക് എതിരായിട്ടാണ് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ബാധിക്കുന്നത് ദൃശ്യമാധ്യമങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് അനുഭവം വന്നു. കാരണം ഈ കുട്ടികള് കാണുവാണ് വീടുകളിൽ. ഇന്നലെ ആ എറണാകുളത്ത് കോളേജില് ഒരാൾ തൂക്കി കൊടുക്കുന്ന ത്രാസ്, ഇത്ര ഗ്രാം, ഇതിന് ഇത്ര പൈസ, അങ്ങനെ ഇതിനകത്ത് ദൃശ്യമാധ്യമങ്ങളിൽ വരേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇന്ന ആളുകളാണ്, കേസിൽ പ്രതിയായിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. ഇത് വലിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഇത് കാണുന്ന കുട്ടികൾക്കുള്ളത്. പക്ഷെ അവരുടെ ടിവികളിലെല്ലാം റേറ്റിംഗ് കൂടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഇത് കണ്ട് ഇതിന്റെ ഒരു മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ളൊരു വെമ്പൽ കൂടിയാണ് ഈ കുട്ടികളെല്ലാം പോകുന്നത്. അതിനെല്ലാം ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ അറിയിക്കേണ്ട കാര്യങ്ങൾ കുട്ടികളെ അറിയിക്കാം, അറിയിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ MDM എന്നുള്ള കാര്യം സത്യത്തിൽ എനിക്ക് അതിന്റെ പേര് പോലും അറിയില്ല. പക്ഷെ കുട്ടികൾക്ക് അറിയാം, പഠിക്കുന്ന കുട്ടികൾക്ക് 10 വയസ്സ് മാതിരി, ഞാനിപ്പോൾ ആദ്യം സൂചിപ്പിച്ച മാതിരി 10 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. അതിനുള്ള പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കണ്ടു. ഇതൊരു വലിയ ശൃംഖല. ഇത് നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു ചാനലിൽ കണ്ടു, താഴെ ഇന്ന് ഉച്ചയ്ക്ക് കണ്ടതാ.
CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇത് വിൽക്കുന്ന ആളുകളുടെ ഒരു സ്കൂളിന് പരിസരത്ത് ആളുകളുടെ പേര് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു. അയാളുടെ വീട് ഇത് വിൽക്കുന്ന ആളുകൾ തല്ലിപ്പൊളിച്ചു. ഉച്ചയ്ക്കുള്ള വാർത്തയിൽ ഞാൻ കണ്ടതാണ്. ഞാൻ ഉച്ചയ്ക്ക് ചോറിനാ വീട്ടിൽ പോയപ്പോൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ വമ്പന്മാരാണ്. ഇതൊരു കേന്ദ്രത്തിൽ നിന്നാണ് ഈ പൈസ എല്ലാം ഇതിനു വേണ്ടിയിട്ട് മുടക്കുന്നത്. ഇത് അവർക്ക് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് ഇത് ഏറ്റവും കൂടുതൽ. ഈ ബാംഗ്ലൂരും ഗോവയിലൊക്കെയാണ് ഈ മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എല്ലാം വിടുന്നത്. ബാംഗ്ലൂരിൽ ആരാണ് ഭരണം നടത്തുന്നത്? കോൺഗ്രസ്. ഗോവയിൽ ആരാണ്? BJP. അവിടുത്തെ ഗവൺമെന്റ് ഇതിനകത്ത് പരിശ്രമിക്കണം. ഇവിടെ പ്രതിപക്ഷ നേതാവ് തുള്ളുന്നുണ്ട് SFI പിരിച്ചുവിടണം. SFIക്കാർ കുഴപ്പം കാണിച്ചാൽ നടപടി എടുക്കണം, വേണ്ട എന്നുള്ളതല്ല. പക്ഷെ SFI കുഴപ്പം കാണിച്ച കുട്ടികളുടെ പേരിൽ നടപടി എടുത്തു. KSUവിന്റെ ആളുകൾ 3 പേര് അകത്ത് കിടക്കുക. KSUവിന്റെ നേതാക്കന്മാരെ നടപടി എടുത്തിട്ടില്ല. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ പറഞ്ഞേ? മുതിർന്ന ആളുകളാണ്, പല മുതിർന്ന കോൺഗ്രസിന്റെ ആളുകളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. SFI എന്ന് പറയുന്ന വിപത്തിനെ പിരിച്ചുവിടണം എന്ന്, ഇല്ലാതാക്കണമെന്ന് ഇന്ന് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. IB-യുടെ SFIനെ പിരിച്ചുവിടണമെന്നാണ് IB-യുടെ ഇന്ന് പാർലമെന്റിലെ ഉന്നയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉറവിടം ഒന്ന് ബാംഗ്ലൂരാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 15 നില കെട്ടിടം ബാംഗ്ലൂർ ടൗണിൽ വാടകയ്ക്ക് എടുത്ത് അവിടെ ഈ മയക്കുമരുന്ന് MDMA മറ്റേ സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരു സംവിധാനം ബാംഗ്ലൂർ ടൗണിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുമാതിരി ഗോവയിലുണ്ട്. എന്താ കോൺഗ്രസ് അല്ലേ ബാംഗ്ലൂര് കർണാടകത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന BD സതീശനും K സുധാകരനൊക്കെ എന്ത് ഏറ്റെടുത്ത് വിളിച്ച് പറഞ്ഞാൽ പോരെ? അവിടെ നിർത്തണം, റെയ്ഡ് നടത്തണം, അത് പിടിക്കണം. നൈജീരിയക്കാരാണ് ഇത് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ. ഇതിന്റെ ജോലി അറിയാവുന്ന ആളുകളെ എന്ന് പറയുന്ന നൈജീരിയക്കാരാണ്. അവരാണ് ഈ ബാംഗ്ലൂരിൽ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോവയിലുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തണമെങ്കിൽ കൊടിയുടെ നിറം നോക്കിയിട്ടല്ല, ആരാണെങ്കിലും. ഇത് നമ്മുടെ നാടിനൊരു വിപത്താണ്. ആ വിപത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് കൊടിയുടെ നിറം നോക്കിക്കൊണ്ട് ചാനൽ ചർച്ച പങ്കെടുപ്പിക്കലല്ല. എന്താ KSUവിന്റെ ആളുകളാണെന്ന് ഇന്നലെ മനസ്സിലായപ്പോ ഇന്നലെ രാത്രി ചർച്ചയില്ലായിരുന്നല്ലോ. മിനിഞ്ഞാന്ന് രാത്രി SFIക്കാരൻ ഒരു പയ്യനുണ്ടെന്ന് പറഞ്ഞപ്പോ ചർച്ചയുണ്ടായിരുന്നു. ഇന്നലെ KSUവിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇന്നലെ KSUവിന്റെ ഈ ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ട് കലാപം ഇന്നലെ തിരുവനന്തപുരം എറണാകുളം ടൗണിൽ വെച്ച് അടിയുണ്ടായിട്ടുണ്ട്. മഹാരാജാസ് കോളേജിലെ KSUവിന്റെ മുൻ യൂണിറ്റ് പ്രസിഡന്റും ഇപ്പൊ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ ആളും എറണാകുളത്തെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഇന്നലെ എറണാകുളം പട്ടണത്തിൽ ഭയങ്കര അടി നടന്നിട്ടുണ്ട്. എല്ലാം ബേസ് എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ DYFI മാതിരിയുള്ള SFI മാതിരിയുള്ള യുവജന സംഘടനകൾ മുന്നിട്ടിറങ്ങിയാലാണ് ഈ പരിപാടിയെല്ലാം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് എല്ലാ വിഭാഗം ജനങ്ങളെയും, ഇവര് മാത്രമല്ല മുതിർന്നവര്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് വീട്ടമ്മമാരാണ്. കുട്ടികളുടെ ബാഗുകളിൽ എന്താണുള്ളത്, അവർ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് എന്താണുള്ളത്, അതെല്ലാം പരിശോധിക്കണം. അതുമാതിരി രക്ഷകർത്താക്കള് പിള്ളേരെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് സ്കൂളിൽ പോയി നോക്കണം. അതെല്ലാം ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം. ഇന്നലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കൂടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഗവൺമെന്റ് തന്നെ ഇത് അടുത്ത സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വകുപ്പുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് DYFI മാതിരിയുള്ള ഈ യുവജന പ്രസ്ഥാനം ഇതിനെ മുന്നിട്ടിറങ്ങിയത് നല്ല കാര്യമാണ്. നമ്മുടെ ഈ ജാഥ നാളെ വൈകിട്ടാണ് നെടുങ്കണ്ടത്ത് എത്തിച്ചേർന്നത്. 3 ജാഥകളാണ് ഇവിടെ ജില്ലാ കമ്മിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ജില്ലാ ക്യാപ്റ്റൻ നമ്മുടെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ആ ജില്ലാ സെക്രട്ടറിയെ മറ്റ് ഇവിടുന്ന് ബൈക്കിൽ നാളെ രാവിലെ മൂന്നാറിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഏതാണ്ട് 50-ൽ പരം ബൈക്കുകൾ നെടുങ്കണ്ടത്ത് എത്തിച്ചേരും. ഏതാണ്ട് നല്ല നിലയിൽ ഇതൊരു ആശയ പ്രചരണം, നല്ല രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സംഭവം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മയക്കുമരുന്ന് ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇതിന്റെ പുറകിൽ വലിയൊരു ശൃംഖലയുണ്ട്. എത്ര കോടി രൂപ വേണമെങ്കിലും മുടക്കാൻ തയ്യാറായ ഒരു ശൃംഖല. എത്ര കേസ് വന്നാലും അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഒരു ശൃംഖല.
സാമ്പത്തികമായിട്ടെല്ലാം അവർ ചെലവാക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ മയക്കുമരുന്ന് ഇങ്ങനെയുള്ളൊരു പ്രത്യേകിച്ച് ഒരു ക്യാമ്പയിനായിട്ട് എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഈ മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്തി ഇത് അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് DYFI മുന്നിട്ടിറങ്ങിയ നല്ല കാര്യമാണ്. ഈ ജാഥ ഇവിടെ നാളെ രാവിലെ ഇപ്പം ഇവിടെ ജാഥ ഉദ്ഘാടനം കഴിഞ്ഞ് രാവിലെ എത്ര മണിക്കാണ്? 9 മണിക്ക് മൂന്നാറിൽ നിന്ന് പുറപ്പെടും. അപ്പൊ ഇത് ഈ പോകുന്ന വഴി അടിമാലി, രാജാക്കാട്, അങ്ങനെ നെടുങ്കണ്ടത്താണ് ഇത് സമാപിക്കുന്നത്. അപ്പൊ നല്ലൊരു പ്രചരണത്തോടു കൂടിയാണ് ഇത്. അങ്ങനെ 3 ജാഥ നമ്മുടെ ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കൂടി ഇതിനൊരു പ്രചരണം, ഇത് ഇല്ലായ്മ ചെയ്യുന്നതിന് ഒരു പ്രചരണം നടത്തിക്കൊണ്ടാണ് ഈ ജാഥ നാളെ നെടുങ്കണ്ടത്ത് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ ജാഥ ഇവിടെ നല്ല നിലയിൽ സംഘടിപ്പിക്കണം. യുവജനങ്ങളെല്ലാം ഇത് കഴിഞ്ഞാൽ തന്നെ DYFI നമ്മുടെ ജില്ലാ കമ്മിറ്റി നല്ല നിലയിലുള്ള ഇതിനൊരു പ്രചരണം, ഇത് ഇല്ലായ്മ ചെയ്തുള്ള ഒരു പ്രചരണം ഒരുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തപടിയാக இந்த விழாவை வாழ்த்தி பேசுவதற்கு வேண்டி DYFI ഇടുക്കി ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും ലഹരിയും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ വ്യാപനത്തിനുമെതിരെ കേരളത്തിലെ 10,000 കണക്കിന് വരുന്ന കേന്ദ്രങ്ങളിൽ വൈവിധ്യങ്ങളായ പരിപാടികൾ ലഹരിക്കെതിരെ സംഘടിപ്പിച്ചു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ നാട് നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നാടിനെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഈ നാട്ടിൻ്റെ പുതിയ തലമുറയെ നശിപ്പിക്കുവാൻ, ആ പുതിയ തലമുറയുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ, അതുവഴി സമൂഹത്തെ തന്നെ തകർക്കുവാൻ പോകുന്ന രൂപത്തിൽ കേരളമാകെ വലിയ രൂപത്തിൽ ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ വിൽപ്പനയും അത് സൃഷ്ടിക്കുന്ന ആക്രമണ പ്രവർത്തനങ്ങളും അടക്കം കേരളത്തിലെമ്പാടും വർദ്ധിച്ചു വരുന്നത് ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവിൽ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വലിയ രൂപത്തിൽ ഇതിൽ സ്വാധീനിക്കപ്പെടുകയും അവരെ വലയിലാക്കി ലഹരിയെ വ്യാപിപ്പിക്കുവാൻ, ലഹരിയുടെ ബിസിനസ്സുകാർ, കച്ചവടം നടത്തുന്നവർക്ക് ലാഭം കൊയ്യുവാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ നാടിൻ്റെ പുതിയ തലമുറയെ ഉപയോഗിക്കുവാൻ ഈ കേരളത്തിനകത്ത് വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത് എന്ന് നാം കാണുന്നു. എന്നാൽ ആ പരിശ്രമത്തിനെതിരെ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ലഹരിയുടെ ഉപയോഗത്തെ തടയുന്നതിനും അതിൻ്റെ വിൽപ്പനക്കാരായി, കച്ചവടക്കാരായി മാറുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനും നമ്മുടെ പുതിയ തലമുറയെ ഈ ലഹരിയിൽ നിന്നും മോചിപ്പിച്ചെടുക്കുന്നതിനും ആവശ്യമായ ഇടപെടലുകൾ എല്ലാ വിഭാഗം ആളുകളുടെയും നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നേതൃത്വത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ തൊട്ടടുത്ത ദിവസം 24-ാം തീയതി കേരളത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ലഹരിയുടെ വ്യാപാരത്തിനെതിരായി എല്ലാവരെയും അണിനിർത്തിക്കൊണ്ടുള്ള വലിയ പോരാട്ടത്തിന് ഗവൺമെന്റും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തന്നെ നേതൃത്വം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗികൾ സൂചിപ്പിച്ചു, ഈ കേരളത്തിൽ ലഹരിയുടെ കച്ചവടക്കാരായി കടന്നു വരുന്നവരുടെ ശൃംഖലകൾ അന്വേഷിച്ച് അന്യ സംസ്ഥാനത്തേക്ക് ഉൾപ്പെടെ ആന്ധ്രാപ്രദേശിലേക്കും കർണാടകയിലേക്കും ഉൾപ്പെടെ ഈ കേരളത്തിൽ നിന്നുള്ള പോലീസ് എക്സൈസ് സംഘം ചെന്നുകൊണ്ട് ലഹരി ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ മാഫിയ തലവന്മാരായി പ്രവർത്തിക്കുന്നവരെ അടക്കം അറസ്റ്റ് ചെയ്യുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും കേരളത്തിലെ പോലീസ് സംവിധാനം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മാതൃകാപരമായ ഇടപെടൽ നടത്തുന്നത് ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി 100 കണക്കിന് കേസുകൾ കക്ഷി രാഷ്ട്രീയം നോക്കിയല്ല, ആരാണ് ഇത് ഉപയോഗിക്കുന്നത്, ആരാണ് ഇത് കച്ചവടം ചെയ്യുന്നത് എന്ന് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഇത് ഉപയോഗിക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന, നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന ഈ വലിയ വിപത്തിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ ആവശ്യമായ ഇടപെടൽ പോലീസിന്റെയും എക്സൈസിന്റെയും എല്ലാ ഭാഗത്തു നിന്ന് നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഉപയോഗാർത്ഥികളെ പിടിക്കുമ്പോൾ, ലഹരി കച്ചവടക്കാരെ പിടിക്കുമ്പോൾ അത് രാഷ്ട്രീയം കലർത്തുവാൻ, ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുവാൻ കേരളത്തിലെ പ്രതിപക്ഷം അടക്കമുള്ളവർ വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. എന്നാൽ അതിനെയെല്ലാം ചേർത്തു തോൽപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ ലഹരി മാഫിയയെ അമർച്ച ചെയ്യുവാൻ
ലഹരിയിൽ നിന്നും ഈ കേരളത്തിന്റെ പുതിയ തലമുറയെ ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ മാതൃകാപരമായ ഇടപെടലുകൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ആ ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഇപ്പോ നമുക്കറിയാം, യുവജന സംഘടന എന്ന നിലയിൽ ഡിവൈഎഫ്ഐ എല്ലാ കാലഘട്ടത്തിലും ലഹരിക്കെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളത്തിൽ മുൻനിരയിൽ നിന്നിട്ടുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് നമുക്കറിയാം. എല്ലാ കാലഘട്ടത്തിലും ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ, ലഹരിയുടെ വിൽപ്പനയ്ക്കെതിരെ, ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ വലിയ പോരാട്ടങ്ങൾക്ക്, വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഈ കേരളത്തിനകത്തെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി, അണിനിരക്കുന്നതിന്റെ ഭാഗമായി എത്രയോ സഖാക്കൾ, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, നേതാക്കന്മാർ ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ആക്രമണത്തിനിരയായ സംഭവങ്ങൾ കേരളത്തിൽ കണ്ടു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഇടുക്കി ജില്ലയിൽ തന്നെ ഏലപ്പാറയിലുള്ള ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് അനൂപിനെ ഈ ലഹരി മാഫിയ സംഘം വലിയ രൂപത്തിൽ ആക്രമിക്കുന്നതിലുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ്, തൊട്ടടുത്ത ദിവസമാണ് ഡിവൈഎഫ്ഐയുടെ ലഹരിക്കെതിരായ ക്യാമ്പയിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായി വാഗമണ്ണിൽ ജാഗ്രതാ പരേഡും ജാഗ്രതാ സദസ്സും സംഘടിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത ഡിവൈഎഫ്ഐ സഖാക്കളെ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള സഖാക്കളെ അവിടുത്തെ ലഹരി മാഫിയ ആക്രമിക്കുവാൻ തയ്യാറായി. എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് മുമ്പിൽ തോറ്റുപോകാതെ, ഈ ആക്രമണങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെട്ട് പിന്തിരിയാതെ ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തമായ നേതൃത്വം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേതൃത്വം കൊടുക്കുകയാണ് ഡിവൈഎഫ്ഐ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. മിനിങ്ങാന്ന് പുറത്തു വന്നൊരു വാർത്ത, കൊത്തുപറമ്പ് എന്ന സ്ഥലത്ത്, കൊത്തുപറമ്പ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൊത്തുപറമ്പിൽ ലഹരി മാഫിയ സംഘങ്ങളെ പിടിക്കുകയും ആ പിടിച്ചവരെ പോലീസിൽ ഏൽപ്പിച്ച് നിയമപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും ഡിവൈഎഫ്ഐയുടെ നേതൃത്വം മാതൃകാപരമായി ഇടപെട്ടു. തിരുവനന്തപുരത്ത് നിന്നും വരുന്ന വാർത്ത, ലഹരി മാഫിയ സംഘങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുവാനുള്ള ഇടപെടൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രതിഷേധ സമരങ്ങൾ, പ്രതിഷേധ യോഗങ്ങൾ, ജാഗ്രതാ സദസ്സുകൾ, ജാഗ്രതാ പരേഡുകൾ നടത്തി അവസാനിപ്പിക്കുകയല്ല, ഈ ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഏതെറ്റയും വരെയും പോയുള്ള ഇടപെടൽ നടത്തുവാൻ ഡിവൈഎഫ്ഐ കേരളത്തിനകത്ത് നേതൃത്വം കൊടുക്കുകയാണ് എന്ന് നമുക്കറിയാം. കേരളത്തിലെ 20,000-ലധികം വരുന്ന ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ എല്ലാ യൂണിറ്റുകളും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചു ചേർത്ത് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയാണ്. ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിനിരക്കുവാനുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിനിരക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അണിനിരത്തുവാനുള്ള ഭാഗമായുള്ള ഇടപെടൽ ഡിവൈഎഫ്ഐ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. എല്ലാ വിഭാഗം ആളുകളെയും ഡിവൈഎഫ്ഐ ക്ഷണിക്കുകയാണ്. ഈ തൊട്ടടുത്ത ദിവസം ഇടുക്കി ജില്ലയിലെ വണ്ടംപേട്ട പഞ്ചായത്തിൽ വണ്ടംപേട്ടിലെ അണക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടി ആ നാട്ടിൽ ലഹരിക്കെതിരായി പുസ്തകങ്ങളിലേക്ക് മടങ്ങാം, പുതിയ തലമുറയെ പുസ്തകം വായനയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഒരു ലൈബ്രറിയുമായി ചേർന്നുകൊണ്ട് ഡിവൈഎഫ്ഐ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടി പുസ്തക വായനയിലേക്ക് പുതുതലമുറയെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി ലഹരിക്കെതിരെ പുസ്തകങ്ങളിലേക്ക് മടങ്ങാമെന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള പരിപാടി. നൂറുകണക്കിന് ആളുകൾ ആ പരിപാടിയിലേക്ക് വന്നു. ആ നാട്ടിലെ ചെറുപ്പക്കാർ, ആ നാട്ടിലെ സ്ത്രീകൾ, ആ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ആ പരിപാടിയിലേക്ക് വന്നു. ലൈബ്രറികളുടെ നേതൃത്വത്തിൽ പുസ്തക വായന പുനരാരംഭിക്കുന്നതിന് വേണ്ടി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ആ പരിപാടിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ നാട്ടിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ്, DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന പരിപാടിയാണെങ്കിലും നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുമ്പോൾ ആ പോരാട്ടത്തിൽ പങ്കെടുക്കുവാൻ, ആ പോരാട്ടത്തിന്റെ ഭാഗമായി നിൽക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് പ്രസംഗിച്ചത്. എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് കടന്നു വരികയാണ്. ഡിവൈഎഫ്ഐയോടൊപ്പം ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ അണിനിരക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഇങ്ങനെ വൈവിധ്യങ്ങളായ പരിപാടികളിലൂടെ ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐ ചെറുപ്പക്കാരെ, യുവാക്കളെ, ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തുകയാണ്. ഡിവൈഎഫ്ഐയുടെ മറ്റൊരു മുദ്രാവാക്യം ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമാണ്. നമ്മുടെ നാട്ടിലെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ സ്പോർട്സ് വലിയ, ഈ നാട്ടിൽ കായിക മേഖലകൾ, കായിക ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ വലിയ പ്രചാരത്തിൽ നടന്നുകൊണ്ടിരുന്നു. ചെറുപ്പക്കാർ പഠനം കഴിഞ്ഞാൽ, ജോലി കഴിഞ്ഞാൽ മറ്റു സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത് ഈ നാട്ടിലെ പാടത്തും പരമ്പത്തുമുള്ള ഈ നാട്ടിലെ ഗ്രൗണ്ടുകളിലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടുകൾ അപ്രത്യക്ഷിതമാകുകയാണ്. ലഹരിയുടെ വ്യാപനവുമെല്ലാം വന്നതോടുകൂടി ചെറുപ്പക്കാർ വലിയ രൂപത്തിൽ ഇത്തരത്തിൽ സ്പോർട്സിൽ നിന്നെല്ലാം വിട്ടുപോകുന്ന നിലയുണ്ട്.
ഡിവൈഎഫ്ഐ തീരുമാനിച്ചു. ചെറുപ്പത്തെ, യുവത്വത്തെ കായിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന കായിക മേളകൾക്ക് ഡിവൈഎഫ്ഐ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ വരുന്ന അവധിക്കാലത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രൗണ്ടുകളിൽ, ആയിരക്കണക്കിന് പ്രദേശങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വൈവിധ്യങ്ങളായ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ച് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വൈവിധ്യങ്ങളായ പരിപാടികളിലൂടെ ലഹരിയിൽ നിന്നും ഈ നാടിനെ മോചിപ്പിക്കാൻ, പുതിയ തലമുറയെ മോചിപ്പിക്കാൻ എല്ലാ ഭാഗം ആളുകളെയും അണിനിർത്തിക്കൊണ്ട്, ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിനിർത്തിക്കൊണ്ട് ഈ ലഹരിയെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്, ആ പോരാട്ടത്തിന്റെ തുടർച്ചയായിട്ടാണ് ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലയിൽ വിപുലമായ ഒരു ക്യാമ്പയിൻ ഈ ലഹരിക്കെതിരെ ഏറ്റെടുക്കുന്നത്. ഇന്ന് മുതൽ 17-ാം തീയതി വൈകിട്ട് ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ നിന്നും 3 ഇരുചക്ര വാഹന ജാഥകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ മറയൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ജാഥ നാളെ രാവിലെ മൂന്നാറ്റിൽ നിന്ന് പര്യടനം ആരംഭിച്ച് മൂന്നാറ്, അടിമാലി, രാജാക്കാട്, ശാന്തമ്പാറ തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ വൈകുന്നേരം നെടുങ്കണ്ടത്ത് സമാപിക്കും. മറ്റൊരു ജാഥ ഇന്ന് വൈകിട്ട് മൂലമറ്റത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടും. മൂലമറ്റത്ത് നിന്നും പര്യടനം ആരംഭിച്ച് തൊടുപുഴയിൽ നിന്നും വണ്ണപ്പുറം വഴി, ഇടുക്കി വഴി, കട്ടപ്പന വഴി അത് നെടുങ്കണ്ടത്തെത്തും. മറ്റൊരു ജാഥ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ കോട്ടയത്തിന്റെ അതിർത്തിയായി 35 മൈലിലാണ്. ആ 35 മൈലിൽ നിന്നും പിറ്റേ ദിവസം നാളെ രാവിലെ വാഗമണ്ണിൽ നിന്നും പര്യടനം ആരംഭിക്കുന്ന ജാഥ വാഗമൺ, പീരിമേട്, വണ്ടമേട് വഴി നെടുങ്കണ്ടത്ത് എത്തിച്ചേരും. 3 ജാഥകളും ഈ ജില്ലയിലൂടെ, ഇത്ര വിസ്തൃതമായ ജില്ലയിലൂടെ 400-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിക്കും. 400-ലധികം കിലോമീറ്ററിലൂടെ നൂറുകണക്കിന് വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിലൂടെ സഞ്ചരിച്ച് ഓരോ പ്രദേശങ്ങളിലും എത്തി ലഹരിക്കെതിരെ ഈ നാടൊന്നായി അണിനിരക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും. ലഘുലേഖകൾ വിതരണം ചെയ്യും, കലാപരിപാടികൾ സംഘടിപ്പിക്കും. ഈ നാടിനെ ഒന്നാകെ ലഹരിക്കെതിരെ അണിനിരത്തുവാനുള്ള പോരാട്ടത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി 400-ലധികം വരുന്ന കിലോമീറ്ററുകൾ ഇടുക്കി ജില്ലയിലെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ സംഘടിപ്പിച്ചുകൊണ്ട് നാളെ വൈകിട്ട് നെടുങ്കണ്ടത്ത് സമാപിക്കുന്ന ജാഥകൾ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിൽ, ഈ നാടിനെ ഒന്ന് അണിനിരക്കാനുള്ള പോരാട്ടത്തിന് ഇടുക്കിയിലെ യുവജന പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുമെന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആ പോരാട്ടത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കരുതുന്ന പോലെ ലഹരി നമ്മുടെ വീടുകളിലില്ല, മറ്റെവിടെയോ നടക്കുന്നു എന്നതുപോലെയല്ല. നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ സ്കൂളുകളിലേക്ക്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് എല്ലാം ഇത് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മറയൂരിലെ എല്ലാ മനുഷ്യരും യോദ്ധാക്കളായി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കേണ്ടവരെ മാറേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സഹജീവികളെ ഒന്ന് ശ്രദ്ധിക്കുവാൻ, അവർക്കൊരു തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറഞ്ഞ് സമൂഹത്തിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്താതെ അവരെ ഈ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, അവരെ വിമുക്തിയുടെ ഭാഗമായി അവരെ റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ എത്തിച്ച് ചികിത്സിച്ച് അവരെ ഈ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കണം. നമ്മുടെ പല കുട്ടികളും അവർ സ്വതന്ത്രരാണ്. ഒരു പ്രായമൊക്കെ എത്തുമ്പോൾ നമ്മൾ കരുതും കുട്ടികളെല്ലാവരും അവർക്ക് പ്രായമെത്തിയല്ലോ, അവരിനി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് നമ്മൾ കരുതുകയാണ്. അങ്ങനെ കരുതുകയല്ല. ഈ നാട്, ഈ ഇന്നത്തെ കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് എല്ലാ രക്ഷകർത്താക്കളും തങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുവാൻ, തങ്ങളുടെ മക്കളുടെ ജീവിതം എങ്ങനെയാണ്, എവിടെ പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു എന്നെല്ലാം പരിശോധിക്കുവാൻ, ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കളെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന രൂപത്തിലേക്ക് സൗഹൃദാന്തരീക്ഷം കുടുംബങ്ങളിൽ, ആ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സൗഹൃദാന്തരീക്ഷം സമൂഹത്തിൽ എത്തിക്കുവാൻ കഴിയുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ടല്ലാതെ നമുക്കതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി കഴിയില്ല. കേരളത്തിലെ പോലീസ് ചിലർ വിമർശിക്കും, പോലീസിന് ഇടപെട്ടാൽ പോരെ, അല്ലെങ്കിൽ എക്സൈസിന് ഇടപെട്ടാൽ പോരെ, ഗവൺമെന്റിന് ഇടപെട്ടാൽ പോരെ, ഇത് അവസാനിക്കുമല്ലോ. അവരെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല, അത്രയ്ക്ക് വ്യാപകൃതമായ ശൃംഖല ഇതിനുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും, ഓരോ മനുഷ്യരും ഇതിനെതിരായ പോരാട്ടത്തിൽ അണിനിരന്നുകൊണ്ടല്ലാതെ ലഹരിയെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് നാം തിരിച്ചറിയണം. ആ പ്രതിരോധ പ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐ നടത്തുന്ന ഇടപെടലുകൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാവണം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനം കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് ഈ നാട് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കഴിയുന്ന മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുന്ന പ്രസ്ഥാനമാണ്. നമുക്കറിയാം, കേരളത്തിനകത്ത് എത്രയോ വലിയ ഇടപെടലുകൾ ഈ നാട്ടിൽ പ്രളയമുണ്ടായ ഘട്ടത്തിൽ, ഈ നാട്ടിൽ കോവിഡ് ഉണ്ടായ ഘട്ടത്തിൽ, ഈ നാട്ടിൽ അവസാനം വയനാടുണ്ടായ ദുരന്തമടക്കമുള്ള ഘട്ടത്തിൽ ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാതൃകാപരമായി ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ലോകത്തിന് തന്നെ അഭിമാനകരമായ
രൂപത്തിൽ പ്രവർത്തിക്കുന്ന യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് നമുക്കറിയാം. ഈ കേരളത്തിനകത്തെ സർക്കാർ ആശുപത്രികളിൽ ദിനം പ്രതി 1,00,000-ലധികം പൊതിച്ചോറുകൾ എത്തിച്ച് ഈ നാട്ടിൽ വയറെറിയുന്നവരുടെ മെഴുതിരയാതിരിക്കുവാൻ എന്ന മുദ്രാവാക്യം ഉയർത്തി, ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ദിനം പ്രതി ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പൊതിച്ചോറ് എത്തിക്കുന്ന യുവജന സംഘടനയുടെ പേര് ഡിവൈഎഫ്ഐ എന്നാണ്. നമുക്കറിയാം, വയനാട് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ തിരിഞ്ഞു നോക്കാതെ രാജ്യം ഭരിക്കുന്ന ബിജെപിയുടെ ഗവൺമെന്റ് അടക്കം 1 രൂപ പോലും സഹായം ഉറപ്പുവരുത്താതിരിക്കുമ്പോൾ ഈ കേരളത്തിലെ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ഈ കേരളത്തിലെ തെരുവോരങ്ങളിൽ, ഈ കേരളത്തിലെ വീട് വീടാന്തരം കയറി ഇറങ്ങി ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരിച്ച് 20 കോടി രൂപയോളം കണ്ടെത്തി കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ യുവജന സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ അഭിമാനകരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ രക്തദാന സേന അത് ഡിവൈഎഫ്ഐയുടേതാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ അവയവദാന സേന അത് ഡിവൈഎഫ്ഐയുടേതാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സേന അത് ഡിവൈഎഫ്ഐയുടേതാണ്. ഇങ്ങനെ മാതൃകാപരമായി ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ അഭിമാനകരമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന, ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രൂപത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ആ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഇന്ന് കേരളത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ് ലഹരി. ആ ലഹരിക്കെതിരായ പോരാട്ടം എല്ലാ ഭഗവാനുകളും ഈ പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐയോട് പണിനിരക്കണം. ഇത് നമ്മുടെ നാടിനെ, നമ്മുടെ സമൂഹത്തെ, കേരളത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഈ പോരാട്ടത്തിൽ അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. സകളെ അടുത്തപടിയാകെ இந்த விழாவை வாழ்த்தி பேசுவதற்கு வேண்டி டிவிஎஃப்னுடைய இடுக்கி ஜில்லா கமிட்டி ஜாயிண்ட் செக்ரட்டரி தோழர் தேஜஸ் அவர்கள் அழைக்கிறேன். ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗം സഖാവ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് കെ വിജയൻ, ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ ക്യാമ്പയിനെ കുറിച്ച് വളരെ വിശദീകരിച്ച് സംസാരിച്ച ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും ഈ ഇരുചക്രവാഹന റാലിയുടെ ക്യാപ്റ്റനുമായ സഖാവ് രമേശ് കൃഷ്ണൻ, വേദിയിലും സദസ്സിലുമുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, പുരോഗമന പ്രസ്ഥാനത്തെ പ്രവർത്തകർ, ഈ നാട്ടിലെ നല്ലവരായ കച്ചവടക്കാരൻ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ വലിയൊരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റി കേന്ദ്രങ്ങളിലും ജാഗ്രതാ പരേഡ് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ബ്ലോക്ക് കമ്മിറ്റി കേന്ദ്രത്തിൽ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചതിന് ശേഷം മേഖലാ തലത്തിലും അതിനുശേഷം യൂണിറ്റ് തലത്തിലേക്ക് പോകുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിയപ്പെട്ട സഖാവ് അനീഷ് ഷാജിനെ 2012 മാർച്ച് മാസം 18-ാം തീയതി കോൺഗ്രസിൻ്റെ കാപാലികർ കൊലപ്പെടുത്തിയതിൻ്റെ രക്തസാക്ഷി ദിനമാണ് നാളെ. എല്ലാ തവണയും നെടുങ്കണ്ടത്ത് വെച്ച് നടക്കുന്ന വലിയ പരിപാടി ഈ ജില്ലയിലൊട്ടാകെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ അണിനിരന്നുകൊണ്ട് പ്രിയപ്പെട്ട സഖാവിൻ്റെ രക്തസാക്ഷി ദിനം വലിയ പരിപാടിയാക്കുകയും ഈ നാട്ടിലെ കോൺഗ്രസിനെതിരെ ശക്തമായി മുദ്രാവാക്യം വിളിക്കുകയും കോൺഗ്രസിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ഈ നാട്ടിൽ കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തവണ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു, ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇന്ത്യയിലൊട്ടാകെ ലഹരി മാഫിയ, ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ കൂടുന്ന സാഹചര്യം ഉണ്ടായി. ഈ തവണത്തെ രക്തസാക്ഷി ദിനത്തിൽ കോൺഗ്രസിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്നത് പോലെ തന്നെ ജില്ലയിലെ മുഴുവൻ കേന്ദ്രങ്ങളിലും ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായി ഇടപെടണം എന്ന് തീരുമാനിക്കേണ്ടായി. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ആലോചിച്ച് 3 കേന്ദ്രങ്ങളിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളായി നെടുങ്കണ്ടത്ത് റാലി എത്താൻ വേണ്ടി തീരുമാനിച്ചു. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കേണ്ട സാഹചര്യമാണെന്ന് ഈ യുവജന പ്രസ്ഥാനമല്ലാതെ മറ്റേത് യുവജന പ്രസ്ഥാനമാണ് ഈ കേരളത്തിൽ ലഹരിക്കെതിരെ ശക്തമായുള്ള പോരാട്ടം സംഘടിപ്പിച്ചത് നമ്മൾ വീണ്ടും ഓർക്കണം. ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, ഈ നാട്ടിലെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടം ഓരോ ദിവസം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഈ നാട്ടിൽ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ പോരാടിയതിൻ്റെ ഭാഗമായി യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ മാത്രം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു പ്രദേശത്തും മറ്റൊരു യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കെതിരെ ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനമില്ല, അക്രമം ഇല്ല.
അവരെല്ലാം ഓരോ നാട്ടിൽ ലഹരി മാഫിയ സംഘങ്ങളെ വളർത്തി വലുതാക്കുന്നതിൽ നിർണായക പങ്കുവെക്കുന്ന സംഘടനയാണ് യുവജന സംഘടന, മറ്റു യുവജന സംഘടനകളൊക്കെ. പക്ഷേ ഡിവൈഎഫ്ഐ അങ്ങനെയല്ല. ഏതെല്ലാം കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളുണ്ടോ ആ ലഹരി മാഫിയ സംഘങ്ങളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് വലിയ പ്രതിരോധ പ്രവർത്തനം തീർക്കുന്നു. ഈ നാട്ടിൽ ലഹരി മാഫിയയുടെ അക്രമവുമായി ബന്ധപ്പെട്ട് കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മാത്രമാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഇല്ലാതാക്കിയാൽ ഈ നാട്ടിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുന്നുള്ള തോന്നൽ ലഹരി മാഫിയ സംഘങ്ങൾക്കുണ്ട്. ഇവിടെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചു, ജില്ലയിൽ തന്നെ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ തന്നെ അക്രമം ചെലവഴിക്കുന്നു. ആ അത്തരത്തിൽ അക്രമം ഉണ്ടാക്കുമ്പോൾ അതിലും വലിയ പ്രതിരോധമായി ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ അണിനിരക്കാൻ വേണ്ടി ശേഷിയുള്ള യുവജന സംഘടന അത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നത്? ഡിവൈഎഫ്ഐ ആദ്യമായിട്ടല്ല ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിക്കുന്നത്. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ നിരന്തര പോരാട്ടം സംഘടിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ ലഹരി മാഫിയ സംഘങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കളിക്കളങ്ങൾ, നമ്മുടെ വായനശാലകൾ എല്ലാം ഇല്ലാതാകുന്ന സാഹചര്യമുണ്ട്. യുവജന പ്രസ്ഥാനം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റെടുക്കുന്നു. ലഹരിയാവാം കളിയിടങ്ങളോട് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിൽ ഇന്നേ വരെ കളിക്കളത്തിലേക്ക് വരാത്ത യുവാക്കളെ, യുവതികളെ എല്ലാം കളിക്കളങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. മത്സരങ്ങൾ പങ്കെടുപ്പിക്കുന്നു, മത്സരത്തിൽ വിജയികളാക്കുന്നു. ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം ഓരോ വർഷവും ഓരോ ദിവസവും ക്യാമ്പയിന്റെ ഭാഗമായി ഈ യുവജന പ്രസ്ഥാനം ഏറ്റെടുക്കുന്നുണ്ട്. മറ്റൊരു യുവജന പ്രസ്ഥാനത്തിനും ഇത്ര കരുത്തോടുകൂടി നമ്മുടെ നാട്ടിൽ ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു. ലഹരി ആയിക്കോട്ടെ, അക്രമമായിക്കോട്ടെ, അതിന്റെ ഏതെങ്കിലും മറ്റത്ത് ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകൻ, യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ദിനം പ്രതി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയമായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം ലഹരിയുമായി വലിയ രീതിയിൽ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഒരു കാരണവശാലും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമില്ല. ലഹരി യൂത്ത് കോൺഗ്രസ് ആണ് കടത്തിയെങ്കിൽ അവരെ ഓരോ ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കുന്ന ആ ലഹരിയുടെ വാർത്തകൾ മൂടി വെക്കുന്ന സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾ എടുക്കുന്നു. ഞങ്ങൾ ആ മാധ്യമ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനം കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യും. ലഹരി മാഫിയ സംഘങ്ങൾ, ലഹരിയുടെ ഉപയോഗം, ലഹരി വിപണനം ചെയ്യുന്ന ആരൊക്കെയാണോ അവരെ എല്ലാ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടു നിർത്തേണ്ട ഉത്തരവാദിത്വത്തിന്റെ പ്രധാനി മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ വലതുപക്ഷമാണ് കുറ്റം ചെയ്തെങ്കിൽ അവരെ മൂടിപ്പിടിക്കുന്ന സാഹചര്യമുണ്ട്. ആ മൂടിപ്പിടിക്കുന്ന സാഹചര്യത്തിനെതിരെ കൂടെ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനം ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കും. ഇവിടെ ഇരുചക്ര വാഹന റാലി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മറയൂരിൽ നിന്ന് ആരംഭിച്ച് മൂന്നാർ, അടിമാലി, രാജക്കാട്, ശാന്തമ്പാറ, നെടുങ്കണ്ടത്ത് എത്താൻ വേണ്ടി തീരുമാനിച്ചു. മറ്റൊരു ജാഥ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ തൊടുപുഴയിൽ നിന്നാണ്. മറ്റൊരു ജാഥ പീരിമേട്ടിൽ നിന്ന് ആരംഭിക്കും. നാളെ വൈകുന്നേരം നെടുങ്കണ്ടം ടൗണിൽ ഒരു 250 വാഹനങ്ങളുടെ അകമ്പടിയോടെ ഒരു 1000-ലധികം യുവജന പ്രവർത്തകർ നെടുങ്കണ്ടത്ത് റാലിയിൽ അനുഗമിക്കും. വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇനിയും യുവജന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ നാട്ടിൽ ഇടപെടാനുണ്ട്. ശക്തമായി തന്നെ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ഈ നാട്ടിൽ അതിനുവേണ്ടിയുള്ള പോരാട്ടം സംഘടിപ്പിക്കും. പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ വലിയ പിന്തുണ നാട്ടിലെ ജനങ്ങൾക്ക് വേണം. ആ പോരാട്ടത്തിനുള്ള പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്നും വാങ്ങിക്കാൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജാഥ സംഘടിപ്പിക്കുന്നത്. ഈ ജാഥ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് കൂടി ഉള്ള ശ്രദ്ധ നമുക്ക് വേണം. മാതാപിതാക്കൾ കുട്ടികളുമായി നല്ല ബന്ധത്തിൽ പോകണം. കുട്ടികളുടെ കണ്ണ് ചുവന്നിരിക്കുമ്പോൾ, കുട്ടികൾക്ക് ഒരു മടുപ്പ് തോന്നുമ്പോൾ, കുട്ടികൾക്ക് മാതാപിതാക്കളെ ഫേസ് ചെയ്യാനുള്ള മടിയുള്ളപ്പോൾ എല്ലാം കുട്ടികളുമായി നന്നായി സംസാരിക്കണം. നമ്മുടെ വീട്ടിലെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മാതാപിതാക്കൾക്കുമാണ്. വലിയൊരു ശൃംഖല നമ്മുടെ കുട്ടിയെ വീഴ്ത്താൻ വേണ്ടി നെട്ടോട്ടം തിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളെ സ്നേഹത്തോടുകൂടി, കരുതലോടുകൂടി ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മാതാപിതാക്കൾക്കുമാണ്. ഓരോ മാതാപിതാക്കളും തൻ്റെ കുട്ടികളെ സ്നേഹത്തോടുകൂടി വളർത്തുമ്പോൾ, തൻ്റെ കുട്ടികളെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുമ്പോൾ ഏത് വലിയ ശൃംഖല വന്നാലും അതിൽ പെടാതിരിക്കാനുള്ള മനസ്സ് നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. ആ പിന്തുണയും ഞങ്ങൾക്ക് വേണം.
ഞങ്ങളുടെ ഒപ്പം ഇനിയും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തിൽ ഈ നാട്ടിലെ മാതാപിതാക്കൾ ഒത്തുചേരണം. മതരാഷ്ട്രീയപരമായി രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിലും ഞങ്ങളുടെ ഒപ്പം ഏത് യുവജന പ്രസ്ഥാനം, ഏത് പ്രവർത്തകരും വന്നാലും ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഈ ലഹരി എന്ന് പറഞ്ഞ മാരക ആയുധത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തന യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ നമ്മുടെ നാട്ടിൽ ഇനിയും സംഘടിപ്പിക്കും. ഈ പരിപാടിക്ക് ശേഷം മേഖലാതല സദസ്സുകളാണ് നടത്താനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ മേഖലാതല സദസ്സിന് ശേഷം വീട്ടുമുറ്റ സദസ്സിലേക്കും എത്തുന്ന സാഹചര്യം ഉണ്ടാവണം. ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യർ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ഈ ലഹരിക്കെതിരെയുള്ള ആശയത്തിൽ പങ്കാളികളാണ്. ഞങ്ങൾക്ക് വലിയ പിന്തുണ നൽകണം. ആ പിന്തുണ കൂടി ചോദിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച മുഴുവൻ ആൾക്കാരെയും മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ക്യാമ്പയിനിൽ ശക്തമായ പിന്തുണ നൽകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ സഖാക്കളെയും മുഴുവൻ പ്രവർത്തകരെയും ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാരെയും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഡിവൈഎഫ്ഐയോടൊപ്പം അണിനിരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അഭിവാദ്യങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് മറയൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു +2 വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്യുകയും ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരെ ഏറ്റെടുത്ത് അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥതയോടെ സഹകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ചികിത്സാ സഹായം നടത്താനുള്ള ഫണ്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഡിവൈഎഫ്ഐയുടെ അമരക്കാരൻ സഖാവ് രമേശ് ക്ഷണിക്കുന്നു. ഫണ്ട് ഏറ്റുവാങ്ങുന്നതിനായി കുട്ടിയുടെ മാതാവിനെ ക്ഷണിക്കുന്നു. എല്ലാവരും വന്നേക്കും. ലോക്കൽ സെക്രട്ടറിയായ സാക്ഷരനായി നമ്മൾ ക്ഷണിക്കുന്നു. CIക്ക് വേണ്ടി ബാലകൃഷ്ണ വർഗവുമായിട്ട് സ്വീകരിക്കാം. PKSക്ക് വേണ്ടി ഏരിയ സെക്രട്ടറി തമ്പുരാനെ വർഗവുമായിട്ട് സ്വീകരിക്കാം. KSKPക്ക് വേണ്ടി ഡോക്ടർ ജെയിംസ് മാത്യു വർഗവുമായിട്ട് സ്വീകരിക്കാം. KSKPക്ക് വേണ്ടി ഡോക്ടർ ചന്ദ്ര വർഗവുമായിട്ട് സ്വീകരിക്കാം. CI2 ട്രൈബൽസിനു വേണ്ടി ഡോക്ടർ കലാധര വർഗവുമായിട്ട് സ്വീകരിക്കാം. മഹിളാ സംഘത്തിനു വേണ്ടി ഡോക്ടർ ആൻസി വർഗവുമായിട്ട് സ്വീകരിക്കാം. DYFക്ക് വേണ്ടി ഡോക്ടർ വിനോദ് വർഗവുമായിട്ട് സ്വീകരിക്കാം. DYFക്ക് വേണ്ടി ഡോക്ടർ കാർത്തി വർഗവുമായിട്ട് സ്വീകരിക്കാം. ഡോക്ടർ ശ്രീകാന്ത് വർഗവുമായിട്ട് സ്വീകരിക്കാം. ഡോക്ടർ വിഘ്നേഷ് വർഗവുമായിട്ട് സ്വീകരിക്കാം. ഡോക്ടർ രഞ്ജിത്ത് വർഗവുമായിട്ട് സ്വീകരിക്കാം. ഡോക്ടർ ശിവ വർഗവുമായിട്ട് സ്വീകരിക്കാം. தொடர்களை அடுத்தபடியாக நன்றி கூறுவதற்காக DFI பிளாக் கமிட்டி மெம்பர் தொடர் வினோத் அவர்களை அழைக்கிறேன். Salah gue.
ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുചക്ര വാഹന ജാഥ ഇവിടെ ഉദ്ഘാടനമാണ് ഇവിടെ മറയൂരിൽ വെച്ച് തുടങ്ങിയത്. ഇതിൻ്റെ അധ്യക്ഷനായ ശശികുമാർ അവർ മറയൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായി ഇതിന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം സൗത്ത് കെ വിജയൻ അവരുടെ ഈ മറയൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായി ഈ ജാഥ ക്യാപ്റ്റൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായ സഖാവ് രമേശ് കൃഷ്ണൻ അവർക്കും മറയൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായി ജാഥ മാനേജർ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായ സഖാവ് തേജസ് അവർക്കും മറയൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായി ഇവിടെ എത്തിയ ഓരോ പാർട്ടി മെമ്പർമാരും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളും എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
നട റോട്ടിലാണോ വണ്ടി പോടുന്നത്? കിറുക്കനാണ്. ഒരു റോഡ് കൂടെ ഇഷ്ടം തന്നെ. ഒരു റോഡ് പോകാതെ അപ്പോൾ ആദ്യം എടുത്തിരിക്കോ. അതിലെ ചുറ്റി വെക്കണം. ഞാനായിട്ടൊക്കെ വരണ്ട. എന്റെ വണ്ടി ഉണ്ടല്ലോ, ആരെങ്കിലും കൊടുത്തു. അവിടെ ശിവാണ്ടോ അതിലെല്ലാം കൊണ്ടുപോവാ. പാറ് ക്യാമറ അവന്റെ പൈസ കേട്ടോ.